ടയറോഡിന്റെ ലോവർ ആം, ആക്സിൽ, ഗിയർ ഓയിൽ, ഇനി മേളിൽ എന്ന് പറഞ്ഞാൽ ബാറ്ററി ട്രേ, ക്ലച്ച് സിലിണ്ടർ, ഗിയർ ലൂർ കേബിള്, ഗിയർ ബോക്സ്, ക്ലച്ച്, ഫ്ലൈ വീല്, ഇത്രയും സാധനങ്ങൾ ഊരിയെടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ സീൽ എൻ്റെ കയ്യിലിരിക്കണ ഈ ഒരു സീല് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൈ വീൽ സീലാണ്, അതായത് റീറോൾ സീൽ എന്നൊക്കെ പറയും. ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ആവൂട്ടാ. അപ്പോൾ ഓയിൽ ലീക്കിനുണ്ട് നമ്മൾ മെയിനായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ അയച്ചിട്ട് ഈ സാധനം അയക്കേണ്ടത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എപ്പോഴും ഒറിജിനൽ തന്നെ മേടിച്ചിടാം. ഇത് കുറഞ്ഞ ബ്രാൻഡൊക്കെ അതർ ബ്രാൻഡ്സ് കിട്ടും. പോളോ N1 എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കേട്ടോ, അതർ ബ്രാൻഡ്സിൻ്റെ കിട്ടും. അതർ ബ്രാൻഡ്സ് മേടിച്ചിട്ടായിരിക്കാം. അതർ ബ്രാൻഡ്സ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ലീക്ക് വരും. ഒറിജിനൽ നല്ല വിലയുണ്ട്, 11,000 രൂപ അല്ലെങ്കിൽ 13,000 റേഞ്ചിനൊക്കെ വിലയുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ്, മെറ്റൽ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെറ്റൽ ടൈപ്പ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ലീക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കിലിടുന്ന സീൽ എപ്പോഴും ഒറിജിനൽ ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് ലീക്ക് വന്നാൽ ഇത്ര സാധനം അഴിക്കുകയും ചെയ്യണം. നമ്മൾ ഒരു പ്രാവശ്യം സീൽ അടിച്ചു കഴിഞ്ഞാൽ ഈ സീൽ പിന്നെ രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. കൂടുതലും കംപ്ലൈൻറ്റ് വരും. കാര്യം ഈ സീല് വലുതായിപ്പോവും കഴിഞ്ഞാൽ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് ലീക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും ഒറിജിനൽ സീൽ തന്നെ മേടിച്ചിടുക, അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് അടിച്ചിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് വിട്ട് മാറില്ല. പക്കാ സാധനം മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വരില്ല കേട്ടോ. ഈ ഓയിൽ സീൽ അഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ. അതിനകത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ മറക്കണ്ട. എന്തെങ്കിലും ഞാൻ വിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ മറക്കണ്ട കേട്ടോ.